ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മളൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഈദ് ഹോളിഡേയ്സിൻ്റെ സമയത്ത് കസാക്കിസ്ഥാനിലോട്ടേക്ക് പോയതിൻ്റെ ആ ഒരു ചെറിയ വ്ളോഗാണ്. 4.5 മണിക്കൂർ യാത്ര ചെയ്താണ് നമ്മൾ മസ്കറ്റിൽ നിന്നും കസാക്കിസ്ഥാനിലോട്ടേക്ക് എത്തിച്ചേരുന്നത്. മസ്കറ്റിൽ നിന്നും സലാമേർ മാത്രമാണ് ഡയറക്റ്റ് ഫ്ലൈ ചെയ്യുന്നത്. കണക്റ്റീവ് ഫ്ലൈറ്റായിട്ട് നിങ്ങൾക്ക് ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും ഒക്കെ തന്നെ കിട്ടുമെങ്കിലും മസ്കറ്റിൽ നിന്ന് മെയിനായിട്ട് സലാമേർ മാത്രമാണ്. കസാക്കിൻ്റെ സമയം എന്ന് പറയുന്നത് മസ്കറ്റിൽ നിന്നും 1 മണിക്കൂർ മുന്നിലും ഇന്ത്യയിൽ നിന്ന് അരമണിക്കൂർ മുന്നിലുമാണ്. സലാമേർ ഒരു ബഡ്ജറ്റ് ഫ്ലൈറ്റ് ആണ്. അതുപോലെ തന്നെ സീസൺ സമയത്ത് ഈദ് ഹോളിഡേയ്സ് ഇങ്ങനെ വെക്കേഷൻ സമയമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഹോളിഡേയ്സ് സമയമൊക്കെ ആവുന്ന സമയത്ത് ഫ്ലൈറ്റ് ചാർജ് നന്നായിട്ട് തന്നെ കൂടാൻ ചാൻസ് ഉണ്ട്. അതിനാൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു 15 to 20 ഡേയ്സിന് മുന്നേ തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ അവിടുത്തെ സമ്മർ സീസണാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂട് ക്ലൈമറ്റാണ്. പക്ഷേ ഗൾഫിൽ നിന്ന് പോകുന്നവർക്ക് അതൊരു വലിയ ചൂടായി തോന്നില്ലെങ്കിലും അവിടെയുള്ളവർക്ക് അത് വലിയ ചൂടാണ്. ഞങ്ങൾ പോയ സമയത്ത് ഒരു 24 to 28 ഡിഗ്രി വരെയാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് കമ്പനികൾ ടൂർ പാക്കേജസ് കൊടുക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ലോ ബഡ്ജറ്റ് ആയിട്ടാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അതുമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും യാത്ര ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് കസാക്ക് എന്ന് പറയുന്നത്. അത് തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ ഏറ്റവും ലോ ബഡ്ജറ്റായിട്ടാണ് യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു കസാക്കിൽ തന്നെയുള്ള ഒരു ലോക്കൽ ഗൈഡിനെയാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തത്. കസാക്കിലേക്കുള്ള ആകാശയാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒന്നായിരുന്നു. കുറച്ച് മഞ്ഞ് പെയ്ത മലകളും നിറയെ പച്ചപ്പും കൃഷിപ്പാടങ്ങളും ഒക്കെ കാണാൻ കഴിയുന്ന ഒന്നായിരുന്നു. ലോകത്തിലെ തന്നെ 9ാമത്തെ വലിയ രാജ്യമായ കസാക്കിസ്ഥാനിൽ പക്ഷേ വെറും 20 മില്യൺ ജനങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. ലാൻഡ് ലോക്ക്ഡ് കൺട്രി ആയിട്ടുള്ള കസാക്കിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അസ്താനയാണ്. പക്ഷേ ഞങ്ങൾ പോകുന്നത് ഓൾഡ് ക്യാപിറ്റൽ ആയിട്ടുള്ള അൽമാട്ടിയിലോട്ടേക്കാണ്. കസാക്ക് ടൈം 4:30 ആയപ്പോഴാണ് നമ്മൾ അവിടെ എത്തിച്ചേർന്നത്. ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒക്കെ തന്നെ പുതിയ ടെർമിനലിലാണ് ലാൻഡ് ചെയ്തിരുന്നത്. പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെർമിനൽ കൂടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടെർമിനൽ ഒന്നും തന്നെ അല്ലായിരുന്നു. ആകെ അവിടെ ഉണ്ടായിരുന്നത് ഒരു ചെറിയൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് മാത്രമാണ്. ബാക്കിയുള്ള സിം കാർഡിൻ്റെ ഇതും അതുപോലെ തന്നെ മണി എക്സ്ചേഞ്ചിൻ്റെ ഒന്നും തന്നെ അവിടെ ഇല്ല. ഇമിഗ്രേഷൻ പെട്ടെന്ന് കഴിഞ്ഞുകൊണ്ട് തന്നെ ലഗേജ് വരാൻ കുറച്ച് ലേറ്റ് ആയ പോലെ തോന്നി. നമ്മൾ ഇന്ത്യക്കാർക്കൊക്കെ തന്നെ അവിടെ 14 ദിവസം ഫ്രീ വിസയാണ്. അതുമല്ല ഹോട്ടൽ ബുക്കിങ്ങിനെ കുറിച്ചോ ബാക്കിയുള്ള ഒരു ഡീറ്റെയിൽസും തന്നെ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പുറത്തിറങ്ങിയ സമയം തന്നെ ഞങ്ങളുടെ അവിടുത്തെ ഗൈഡ് ഡയാന അവരുടെ സ്റ്റാഫിനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അയാൻ അവരവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയുള്ള 5 ദിവസം ഞങ്ങളുടെ കൂടെ ഗൈഡ് ഡ്രൈവർ എല്ലാം തന്നെ അയാനാണ്. സിം എടുക്കാനും മണി എക്സ്ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓൾഡ് ടെർമിനലിലേക്ക് പോകേണ്ടി വന്നു. നമ്മളവിടെ നിന്ന് 6000 ടെങ്കി കൊടുത്തിട്ട് ടെലി2ൻ്റെ സിമ്മാണ് എടുത്തത്. അതിൽ 35 GB ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് കോളും അൺലിമിറ്റഡ് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിരുന്നു. 30 ദിവസത്തെ വാലിഡിറ്റി ഉള്ള കാർഡാണ് എടുത്തത്. ഫിസിക്കൽ സിമ്മാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഡോളേഴ്സ് കുറച്ച് കയ്യിൽ കരുതിയിട്ടാണ് ഞങ്ങൾ പോയത്. അത് അവിടുന്ന് അവരുടെ കസാക്ക് കറൻസി ആയിട്ടുള്ള ടെങ്കിയിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അൽമാട്ടി ഇൻ്റർനാഷണൽ എയർപോർട്ട് കസാക്കിസ്ഥാനിലാണെങ്കിൽ കൂടി അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ടർക്കിഷ് എയർപോർട്ട് കമ്പനി ആയിട്ടുള്ള TAV എയർപോർട്ട് ഹോൾഡിങ്സ് ആണ്. Not, it's July, August in hot. Okay. This Mr. Ryan is our guide today. Hello. July 40 coming? What is 40-45? Yeah. City, yeah. I thought only on GCC it will come like that. Yeah. Winter very hot, very cold. Very cold. But now it is average, no? Equal. Now it's not.
എയർപോർട്ട് സിറ്റി സെൻറ്ററിൽ നിന്നും ഓൾമോസ്റ്റ് 1 hour ഡിസ്റ്റൻസിലാണ്. രാവിലെയും വൈകിട്ടും നല്ല ട്രാഫിക് ഉണ്ട്. പക്ഷേ സിറ്റി സെൻറ്ററിൽ താമസിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞങ്ങളും അതിനാൽ ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരം സിറ്റി സെൻറ്ററിൽ തന്നെയാണ് റൂം എടുത്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലെത്തി. booking.com വഴിയാണ് അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തത്. 4 നൈറ്റിന് വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്തത്. ഇമിഗ്രേഷൻ്റെ ടൈമിൽ ഹോട്ടൽ ബുക്കിങ്ങിനെ കുറിച്ച് ചിലപ്പം ചോദിക്കാം, അല്ലെങ്കിൽ ചോദിക്കാതിരിക്കാം. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ സേഫ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് പോകുന്നതാണ്. നമ്മൾ 1 BHK ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റാണ് അവിടെ എടുത്തത്. എല്ലാം ഓക്കെയാണ്. പക്ഷേ ടോയ്ലറ്റിൽ പേപ്പറാണ് അവർ യൂസ് ചെയ്യുന്നത്. അത് മാത്രമാണ് നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്. ഉച്ചയ്ക്ക് ഫ്ലൈറ്റിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അപ്പം ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. താമസിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഷവർമ്മ കടയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഷവർമ്മ എന്ന് പറയും, അവിടെ ഡോണർ എന്നാണ് അവരതിന് പറയുന്നത്. സാധാ ഷവർമ്മ പോലെ അല്ല കേട്ടോ, ഇച്ചിരി ഒരു വലിയ സൈസിലുള്ള ഷവർമ്മ തന്നെയാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത്. ഇനി കസാക്കിസ്ഥാനിലോട്ടേക്ക് പോകാൻ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടോ, എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ ഗൈഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹോട്ടലിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞങ്ങൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. കൂടുതൽ കസാക്കിസ്ഥാൻ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.